വിശദമായ റിപ്പോർട്ടിലേക്ക്. പൾസർ സുനി കീഴടങ്ങിയേക്കും എന്ന സൂചന. കേസിലെ മറ്റൊരു പ്രതി വിജീഷും കീഴടങ്ങുമെന്നാണ് വിവരം. എന്നാൽ കീഴടങ്ങുന്നതിന് മുൻപ് പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതിനിടെ അന്വേഷണം സിനിമാ പ്രവർത്തകരിലേക്കും വ്യാപിപ്പിക്കുന്നു. മുഖ്യപ്രതി പൾസർ സുനിയുടെ ഫോൺ രേഖകളിൽ സിനിമാ പ്രവർത്തകരെ വിളിച്ചതിന്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് ഉടൻ ഇവരുടെ മൊഴിയെടുക്കും. പൾസർ സുനിക്കും വിജീഷിനും രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും പോലീസ് അടച്ചതോടെയാണ് ഇരുവരും കീഴടങ്ങുമെന്ന സൂചന ശക്തമായത്. ഇതേ തുടർന്ന് ഉച്ചയോടെ തന്നെ കോടതികളിലെല്ലാം പോലീസ് നിരീക്ഷണം കർശനമാക്കിയിരുന്നു. എന്നാൽ കീഴടങ്ങുന്നതിന് മുൻപ് തന്നെ ഇരുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. സിനിമാ മേഖലയിൽ നിന്ന് ചിലർ സുനിയെ ബന്ധപ്പെട്ടതിന്റെ ഫോൺ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ സിനിമാ രംഗത്തു നിന്നുള്ള ഇവരുടെ മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടെ പൾസർ സുനിയുടെ സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും ആലുവ CI ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. നടി ആക്രമിക്കപ്പെട്ട കാറിൽ ഫോറൻസിക് സംഘം വിശദമായ പരിശോധന നടത്തി. വാഹനത്തിൽ നിന്നും ലഭിച്ച മുടിനാരുകളടക്കമുള്ളവ വിശദ പരിശോധനയ്ക്ക് അയക്കും. ആലുവ കോടതിയിൽ സമർപ്പിച്ച പൾസർ സുനിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ കോടതിയുടെ അനുവാദത്തോടെ അന്വേഷണ സംഘം വാങ്ങിയിട്ടുണ്ട്. ഇവയും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി പാലക്കാട്ട് നിന്ന് പിടികൂടിയ മണികണ്ഠനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. സുനിയാണ് മുഖ്യ ആസൂത്രകനെന്ന് മണികണ്ഠൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. താൻ നടിയെ ആക്രമിച്ചിട്ടില്ലെന്നും ഇയാൾ മൊഴി നൽകി. ഇന്ന് രാത്രിയോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളായ പൾസർ സുനി ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്ത മാസം 3 മാറ്റി. ഇതിനിടെ പ്രതികളുടെ മൊബൈൽ ഫോൺ, പാസ്പോർട്ട്, തിരിച്ചറിയൽ രേഖകൾ എന്നിവ ആലുവ കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. പെരുമ്പാവൂർ കോടനാട് സ്വദേശി പൾസർ സുനി എന്ന സുനിൽകുമാർ, തലശ്ശേരി സ്വദേശി VP വിജീഷ്, ആലുവ സ്വദേശി വടിവാൾ സലീം, തമ്മന സ്വദേശി മണികണ്ഠൻ എന്നിവരാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത്. ഇതിൽ മണികണ്ഠൻ ഇന്നലെ പിടിയിലായതോടെ 3 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതി പരിഗണിച്ചത്. പ്രാഥമിക വാദം കേട്ട കോടതി പോലീസിന്റെ നിലപാട് അറിയാൻ മാറ്റിവെച്ചു. അടുത്ത മാസം 3 ഹർജി വീണ്ടും പരിഗണിക്കും. തങ്ങളെ കുടുക്കിയതാണെന്നും നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകണമെന്നുമായിരുന്നു പ്രതികളുടെ ആവശ്യം. ഇതിന്റെ ഒളിവിൽ പോയ പ്രതികളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ആലുവ കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പൾസർ സുനിയുടെ മൊബൈൽ ഫോൺ, VP വിജീഷിന്റെ പാസ്പോർട്ട്, തിരിച്ചറിയൽ കാർഡ് എന്നിവയാണ് പോലീസ് കോടതിയിൽ നിന്നും കൈപ്പറ്റിയത്. മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. മൊബൈൽ ഫോൺ, പാസ്പോർട്ട്, തിരിച്ചറിയൽ കാർഡ് എന്നിവ കഴിഞ്ഞ ദിവസമാണ് പ്രതികൾ അഭിഭാഷകർ മുഖേന ആലുവ കോടതിയിൽ സമർപ്പിച്ചത്. സാലി മുഹമ്മദ്, കൊച്ചി. നടിയെ തട്ടിക്കൊണ്ടുപോകലിൽ ക്രിമിനൽ ഗൂഢാലോചന ആവർത്തിച്ചാരോപിച്ച് നടി മഞ്ജു വാര്യർ. സമൂഹത്തിലെ ക്രിമിനലുകൾ സിനിമാ മേഖലയിലേക്ക് നുഴഞ്ഞു കയറുന്നതായും പത്രമാധ്യമങ്ങൾക്ക് നൽകിയ ലേഖനത്തിൽ മഞ്ജു പറയുന്നു. തന്നെ കാണാനാവുന്ന ഒരു കണ്ണാടിയോട് ആ നടിയുടെ ആകെ തകർന്ന മുഖത്തെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് സ്ത്രീ സമൂഹത്തെക്കുറിച്ച് ഒന്നാകെ ആകുലപ്പെടുന്നത് ലേഖനത്തിൽ മഞ്ജു വാര്യർ. സംഭവത്തിലെ നിഗൂഢതയെ, ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആദ്യം ഉറക്കെ പറഞ്ഞ ശബ്ദം മഞ്ജുവിന്റേതായിരുന്നു. ആ വാദം വെറുമൊരു തോന്നലല്ലായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് മഞ്ജു. സമൂഹത്തിലെ ക്രിമിനലുകൾ സിനിമയിലേക്ക് നുഴഞ്ഞുകയറിയതിന്റെ ഞെട്ടൽ കൂടിയുണ്ട് ഇപ്പോൾ. ഡ്രൈവറെ വിലക്കെടുക്കുക, ഒറ്റയ്ക്കാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തുക, പിന്തുടരുക, റോഡിൽ അപകട നാടകം സൃഷ്ടിക്കുക, കാറിലേക്ക് അതിക്രമിച്ചു കയറുക, ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക്മെയിലിംഗിന് ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ ഓരോന്നും നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ച സംഭവങ്ങൾ. ഇതാണ് സംഭവം യാദൃശ്ചികമല്ല എന്ന് താൻ വിശ്വസിക്കാൻ കാരണം. ഈ ക്രിമിനൽ ഗൂഢാലോചനയാണ് തെളിയിക്കേണ്ടത്. ഒരു സിനിമാ താരമാണ് അവൾ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. കുറ്റവാളിയുടെ സ്ഥാനത്ത് മലയാളിയുടെ മനോഭാവമല്ലാതെ മറ്റൊന്നില്ല. സ്ത്രീയും പുരുഷനും പരസ്പരം ബഹുമാനിക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. നിർഭാഗ്യവശാൽ കേരളത്തിലെ വീടകങ്ങളിൽ തുടങ്ങി സ്ത്രീയോടുള്ള ഈ അതിക്രമങ്ങൾ സമൂഹത്തിലാകെ വിഷപ്പുക പോലെ നിറഞ്ഞു നിൽക്കുന്നു. പരസ്പരം ബഹുമാനവും തുല്യതയും ഏതു രംഗത്തും വേണം. അത് സിനിമയിലും ഉണ്ടാവണം. ഇനി ഇങ്ങനെയൊന്ന് ചെയ്യാൻ ആരും ഭയപ്പെടും വിധത്തിലുള്ള ശിക്ഷാവിധി ഉണ്ടാകണമെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു വാര്യർ തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നു. സിനിമാ മേഖലയിലെ ഗുണ്ടാ സാന്നിധ്യത്തെക്കുറിച്ച് പല ഭാഗത്തു നിന്നും വെളിപ്പെടുത്തലുകൾ വരികയും അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണങ്ങൾ തിരിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മഞ്ജുവിന്റെ ലേഖനം എന്നതും പ്രസക്തമാണ്. ന്യൂസ് ഡെസ്ക്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന വരെ അന്വേഷിക്കുമെന്ന് AK ബാലൻ. ദൈവം മനുഷ്യരൂപത്തിൽ വന്ന് തെറ്റ് ചെയ്താലും നടപടിയെടുക്കുമെന്ന് ബാലൻ പറഞ്ഞു. ക്രിമിനൽ വൽക്കരണം ഏതാണ്ട് എല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷേ ഈ മേഖലയിലെ ക്രിമിനൽ വൽക്കരണം അത്ര എക്സ്പോസ് ചെയ്യപ്പെട്ടിരുന്നില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചില സൂചനകൾ വരുന്നത്. അംഗീകരിക്കാൻ പറ്റാത്ത പല പ്രവണതകളും ഉള്ളൊരു മേഖലയാണ് സിനിമാ മേഖല. അത് പരിപൂർണമായും ഇല്ലാതാക്കും, അവരുടെ തന്നെ സഹായത്തോടു കൂടി. ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. മാളത്തിൽ നിന്ന് തീ വെച്ച് ഉടുമ്പിനെ എങ്ങനെയാണ് പുറത്തെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെയായിരിക്കും കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ ഈ ഗവൺമെൻറ് കൊണ്ടുവരിക.
അതിനിപ്പം ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഈ വിവരം കിട്ടിയ സമയത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത്. സിനിമയിൽ ശക്തന്മാരെന്ന് തെളിയിക്കാൻ ചിലർ ഗുണ്ടകളെ ഉപയോഗിക്കുന്നു എന്ന് ഗണേഷ് കുമാർ. സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് മാഫിയയുടെ ശക്തമായ സ്വാധീനമുണ്ട്. നടിയെ ആക്രമിച്ച സംഘം മുൻപും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. കാര്യങ്ങൾ പറയുമ്പോൾ തന്റെ നേരെ തട്ടിക്കയറിയിട്ട് കാര്യമില്ല. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും ഗണേഷ് കുമാർ പറഞ്ഞു. ഒന്നുമില്ല, ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എല്ലാം മയക്കുമരുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ. ഈ സംഘം തന്നെ, ഇവന്റെ ഈ കുറ്റവാളിയായി പറയുന്ന ആളിന്റെ സംഘവും മറ്റു ചില സംഘങ്ങളും, ഇത് മാത്രമൊന്നുമല്ല, കൊച്ചിയിൽ ഒരുപാട് സ്ത്രീകളെ കേരളത്തിൽ ഇതുപോലെ അപകടത്തിൽപ്പെടുത്തുകയും അവരെ അതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യും, സാമ്പത്തികമായി മറ്റു തരത്തിലും ചൂഷണം ചെയ്യുന്ന വളരെ മോശമായ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആട്ടം തോറിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിഞ്ഞാൽ മതി. സിനിമയിലുള്ളവരെല്ലാം മോശക്കാരെന്നല്ല. കുറച്ച് ഗുണ്ടകളെ ഇതിൽ കൊണ്ട് കയറ്റിയിട്ട് സംഘടനാ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഗുണ്ടകൾക്ക് ഇതിനകത്ത് അവസരം കൊടുത്തിട്ടുണ്ട്. അത് പലരും ചെയ്തിട്ടുണ്ട്. ചെയ്തവർക്കറിയാം, അവർക്കത് ഫീൽ ചെയ്യുമ്പോൾ ഇതിന് ഞാൻ പറയുന്ന പ്രസ്താവന എതിർക്കും. പ്രിയപ്പെട്ട പലർക്കും ഗുണ്ടാബന്ധമുണ്ടെന്ന് കൈതപ്രം. എത്ര ഉന്നതന്മാരായാലും അവരെ പിടിച്ചു കെട്ടണമെന്നും കൈതപ്രം കോഴിക്കോട് പ്രതികരിച്ചു. ഞാൻ അന്വേഷിക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട പലരും ഇതിന്റെ ഇത്തരം കാര്യങ്ങളുടെ പിന്നിൽ ഈ ഗുണ്ടകളെ മുൻനിർത്തിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അവരെയൊക്കെ എത്ര വലിയ ആൾക്കാരായാലും പിടിച്ചു പുറത്തു നിർത്താനുള്ള കഴിവ് നമുക്കും ഗവൺമെന്റിനുണ്ട്. മംഗളൂരു മതസൗഹാർദ്ദ റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്ന സംഘപരിവാർ പ്രഖ്യാപനം ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് എന്ന് കോടിയേരി. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ മറ്റൊരു സംസ്ഥാനത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് RSSന്റെ വെല്ലുവിളി. മുഖ്യമന്ത്രിയെ തടയാൻ മംഗളൂരു കോർപ്പറേഷൻ പരിധിയിൽ ഹർത്താൽ ആഹ്വാനം ചെയ്ത നടപടി RSSന്റെ ഫാസിസ്റ്റ് മുഖം വ്യക്തമാക്കുന്നു എന്നും ഇതിനെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കണമെന്നും കോടിയേരി പറഞ്ഞു. കേരള ജനപക്ഷം എന്ന പേരിൽ PC ജോർജ് പുതിയ സംഘടന രൂപീകരിച്ചു. ജനപക്ഷം രാഷ്ട്രീയ പാർട്ടി അല്ല എന്നും അഴിമതി വിമുക്ത കേരളം സൃഷ്ടിക്കാനുള്ള സാമൂഹ്യ സംഘടനയാണ് എന്നും PC ജോർജ് പറഞ്ഞു. കേരള കോൺഗ്രസ് സെക്യുലറിനും അഴിമതി വിരുദ്ധ ജനാധിപത്യ മുന്നണിക്കും പിന്നാലെ PC ജോർജ് രൂപീകരിക്കുന്ന പുതിയ സംഘടനയാണ് കേരള ജനപക്ഷം. നിയമസഭയ്ക്ക് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് PC ജോർജ് സംഘടന പ്രഖ്യാപിച്ചത്. കേരളത്തിന് വേണ്ടി നേരിന്റെ പ്രസ്ഥാനം കേരള ജനപക്ഷം എന്ന ഒരു പ്രസ്ഥാനത്തിന് ഇന്ന് രൂപം കൊടുക്കുന്നതായി. ഇത് രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും അഴിമതി വിരുദ്ധ സാമൂഹിക സംഘടനയാണെന്നും PC ജോർജ്. ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല, എന്നാൽ എല്ലാ ഗ്രാമങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനമാണ് കേരള ജനപക്ഷം. അഴിമതി മുക്തമായ ഒരു കേരളത്തെ വാർത്തെടുക്കും. അഴിമതിക്കാരെ തുറന്നുകാട്ടാൻ വില്ലേജ് അടിസ്ഥാനത്തിൽ സ്ക്വാഡ് രൂപീകരിക്കും. പിന്നോക്ക വിഭാഗക്കാർക്കും പ്രവാസികൾക്കും സ്ത്രീകൾക്കുമായി പ്രവർത്തിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യം. ഒരു മുന്നണിയുടെയും ഭാഗമാകുകയോ ആരെയും പിന്തുണയ്ക്കുകയോ ഇല്ല. നേരത്തെ മാണിയുടെയും PJ ജോസഫിന്റെയും കൂടെ കൂടിയതോർത്ത് ദുഃഖമുണ്ടെന്നും PC ജോർജ്. ഞാൻ ഈ ജോസഫിന്റെയും മാണിയും രണ്ട് കള്ളന്മാരോട് ഇങ്ങനെ കണ്ണും പൂട്ടി നടക്കുകയായിരുന്നു. PO പെട്ടാണ് ചിന്താവ, മാണി എന്നാണ് ചിന്താവ. രണ്ടും കള്ളന്മാരാണെന്ന് ബോധ്യപ്പെട്ടു. തൽക്കാലം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെങ്കിലും ജനപക്ഷം കേരള രാഷ്ട്രീയത്തിലെ മൂന്നാം ശക്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. PC ജോർജ് ചെയർമാനായ സംഘടനയുടെ 78 അംഗ സംസ്ഥാന കമ്മിറ്റിയെയും ജില്ലാ കൺവീനർമാരെയും പോഷക സംഘടനാ ഭാരവാഹികളെയും പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലയാള ഭാഷയെ മനഃപൂർവ്വം ഒഴിവാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമവും ഉത്തരവുകളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്തും. മലയാളം പഠിപ്പിക്കാനുള്ള സൗകര്യം എല്ലാ സ്കൂളുകളിലും ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ലോക മാതൃഭാഷാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃഭാഷയായ മലയാളത്തെ അവഗണിക്കുന്ന കേരളത്തിലെ സമീപനത്തെ ഏറെ ഉത്കണ്ഠയോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മലയാള ഭാഷയെ മനഃപൂർവ്വം ഒഴിവാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിയമവും ഉത്തരവുകളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മനഃപൂർവ്വം ഭരണഭാഷ മലയാളമാക്കാത്തിടത്ത് നടപടി തന്നെ വേണ്ടതായിട്ട് വരും. ഉത്തരവുകൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടാണ്. സെക്രട്ടേറിയറ്റിൽ നിയമവകുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി ഒരു സെൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സെല്ല് എത്ര കണ്ട് ഈ രംഗത്ത് മുന്നോട്ട് പോയി എന്നതും സ്വാഭാവികമായും പരിശോധിക്കേണ്ടി വരും. മലയാളം സ്കൂളിൽ സംസാരിക്കുന്ന കുട്ടികളെ ശിക്ഷിക്കുന്നത് അനുവദിക്കാൻ സാധിക്കില്ല. എല്ലാ സ്കൂളുകളിലും മലയാളം പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി ലോക മാതൃഭാഷാ ദിനാചരണമായ മലയാണ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വ്യക്തമാക്കി. മലയാളത്തിന് എന്നും മാതൃഭാഷയോട് നിന്നയാണ്.
പ്ലേ സ്കൂളുകൾ മുതലുള്ള സംസ്ഥാനത്തെ ഭൂരിപക്ഷം പ്രീ പ്രൈമറി സ്കൂളുകളിലെയും മലയാളം ഒഴിവാക്കലിനും ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിലും കർശന നിയന്ത്രണം വേണമെന്ന് കവയത്രി സുഗതകുമാരി ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ വകുപ്പിലെ സേവനങ്ങൾക്ക് ഫീസ് ഒടുക്കുന്നതിനുള്ള പേയ്മെന്റ് സംവിധാനം വകുപ്പിലെ അഴിമതിക്കുള്ള വഴികൾ അടച്ച് വകുപ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം രജിസ്ട്രേഷൻ നടപടികൾ മുടങ്ങിയാൽ അത്തരം രജിസ്ട്രാർ ഓഫീസുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ നിയമം ലംഘിച്ചാൽ അവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന നടപടിയിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കണമെന്നും മന്ത്രി പറഞ്ഞു.